നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പുതുക്കാട് കേളിപ്പാടത്ത് പേയിളകി പശു ചത്തു. കേളിപ്പാടം പനിയത്ത് വിജയന്റെ 2 വയസ്സ് പ്രായമുള്ള പശുവാണ് ശനിയാഴ്ച ചത്തത്. 5 മാസം ഗർഭിണിയായിരുന്നു. കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ തിക്കിലും തിരക്കിലും പെട്ട 4 പേർ മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പോലീസ് പ്രതി ചേർത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്തിയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് ഓവറോൾ കിരീടം. 207 പോയിന്റ് നേടിയാണ് കൊടുങ്ങല്ലൂർ TH സ്കൂൾ 2ാം വട്ടവും കിരീടം ഉറപ്പിച്ചത്. വാർത്തകൾ വിശദമായി. പുതുക്കാട് കേളിപ്പാടത്ത് പേയിളകി പശു ചത്തു. കേളിപ്പാടം പനിയത്ത് വിജയന്റെ 2 വയസ്സ് പ്രായമുള്ള പശുവാണ് ശനിയാഴ്ച ചത്തത്. 5 മാസം ഗർഭിണിയായിരുന്നു. കഴിഞ്ഞ ദിവസം മുതലാണ് പശുവിന് പേയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. വെറ്റിനറി ഡോക്ടർ എത്തിയാണ് പേ പിടിച്ചതാണെന്ന് സ്ഥിരീകരിച്ചത്. സമീപത്തെ പാടത്ത് തീറ്റാൻ വിട്ടപ്പോഴാകാം വിഷബാധയേറ്റത് എന്ന് കരുതുന്നതായി വീട്ടുകാർ പറഞ്ഞു. വീട്ടുകാർ 3 പേരും പശുവിനെ ചികിത്സിച്ച് 2 പേരും പ്രതിരോധ കുത്തിവയ്പ് എടുത്തു. പശുവിനെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു. തെരുവുനായയുടെ കടിയേറ്റാണ് പശുവിന് പേയിളകിയത് എന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്ത് തെരുവുനായകളുടെ ശല്യം രൂക്ഷമാണെന്നും ഇവയെ പിടികൂടി പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും സ്ഥലത്തെത്തിയ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ CC സോമസുന്ദരൻ, ആൻസി ജോബി, രതി ബാബു തുടങ്ങിയവരും സ്ഥലത്തെത്തി. കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിലെ ഓഡിറ്റോറിയത്തിൽ സംഗീത പരിപാടിക്ക് തൊട്ടുമുമ്പുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പോലീസ് പ്രതി ചേർത്തു. ഡോക്ടർ ദീപക് കുമാർ സാഹു, ടെക് ഫെസ്റ്റ് കൺവീനർമാരായ അധ്യാപകരായ ഡോക്ടർ ഗിരീഷ് കുമാർ തമ്പി, ഡോക്ടർ N ബിജു എന്നിവർക്കെതിരെയാണ് കേസ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്തിയാണ് തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ നടപടി. പാലക്കാട് ചിറ്റൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് ഓവറോൾ കിരീടം. 207 പോയിന്റ് നേടിയാണ് കൊടുങ്ങല്ലൂർ TH സ്കൂൾ 2ാം വട്ടവും കിരീടം ഉറപ്പിച്ചത്. 198 പോയിന്റോടെ കോഴിക്കോട് ടെക്നിക്കൽ ഹൈസ്കൂൾ 2ാം സ്ഥാനത്തും 181 പോയിന്റോടെ ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ 3ാം സ്ഥാനത്തും എത്തി. ജില്ലാതലത്തിൽ 220 പോയിന്റ് നേടി കോഴിക്കോട് 1ാമതെത്തി. 213 പോയിന്റോടെ തൃശൂർ 2ാം സ്ഥാനത്തും 205 പോയിന്റോടെ മലപ്പുറം 3ാം സ്ഥാനത്തുമാണ്. 194 പോയിന്റോടെ പാലക്കാട് 4ാം സ്ഥാനത്താണ്. 46 വിദ്യാലയങ്ങളിൽ നിന്ന് 1500 വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരച്ചത്. 48 ഇനങ്ങളിലായിരുന്നു മത്സരം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ആലോചനാ യോഗം തീരുമാനിച്ചു. ആഘോഷത്തിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട VR സുനിൽകുമാർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം താലപ്പൊലിയുടെ സുഗമമായ നടത്തിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, എടവേലിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ, തഹസിൽദാർ K രേവ, DYSP സലീഷൻ ശങ്കരൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, രാഷ്ട്രീയ സാമുദായിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ബസ് സ്റ്റോപ്പ് ഇനി വേറെ ലെവലാണ്. ഹൈടെക് രീതിയിൽ പുനർനിർമ്മിച്ച ജനറൽ ആശുപത്രിക്ക് മുന്നിലെ ബസ് സ്റ്റോപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വൈഫൈ സൗകര്യം, സോളാർ സിസ്റ്റം, റൂഫിംഗ് ലൈറ്റുകൾ, മ്യൂസിക് സിസ്റ്റം, നിരീക്ഷണ ക്യാമറ, മൊബൈൽ ചാർജിംഗ് പോർട്ടുകൾ തുടങ്ങി ബുക്ക് ഷെൽഫ് വരെ ഈ അത്യന്താധുനിക ബസ് സ്റ്റോപ്പിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രിക്ക് മുന്നിലെ കുറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന കാന പുനർനിർമ്മിച്ച് അതിന് മുകളിലായാണ് 25.2 കിലോമീറ്റർ 2 ഭാഗങ്ങളിലായി ബസ് ഷട്ടർ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകന്റെ നേതൃത്വത്തിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏറെ മനോഹരമാണ്. ശോചനീയാവസ്ഥയിലുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏത് നേരവും തകർന്നു വീഴാവുന്ന ആ ബസ് സ്റ്റോപ്പ് അപകടകരമായ രീതിയിൽ ഭീഷണി മുന്നോട്ട് വച്ചൊരു സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി PWD ഒരു ചുവന്ന നാട കെട്ടിവെച്ച സാഹചര്യത്തിലാണ് അത് പുതുക്കി പണിയേണ്ടുന്ന ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് MLA ഫണ്ടിൽ നിന്ന് ഒരു വിഹിതം അതിനായിട്ട് നൽകാൻ തീരുമാനമെടുത്തത്. ഇത് ഒരു ഹൈടെക് ബസ് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ് PWD അതിൻ്റെ പ്രപ്പോസൽ സമർപ്പിച്ചത്. അതിനാവശ്യപ്പെട്ട തുക
MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയാണ് ചെയ്തത്. ഈ ഹൈടെക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം പെരുന്നാളിൻ്റെ എല്ലാവിധ ആഘോഷാരവങ്ങളും ഉയർന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു നവവത്സര സമ്മാനം കൂടിയായി നാട്ടുകാർക്ക് സമർപ്പിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ജനറൽ ആശുപത്രി വികസനത്തിൻ്റെ പടവുകൾ അതിവേഗം ഓടിക്കയറുകയാണ്. നിരവധി രോഗികളും കൂട്ടിരിപ്പുകാരും മറ്റ് സന്ദർശകരുമൊക്കെ ആയിട്ട് അനവധി പേർ വന്നു പോകുന്ന ഒരു കേന്ദ്രമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അതിന് ഇവിടെ നിത്യം വന്നു പോകുന്ന സന്ദർശകർക്കും രോഗികൾക്കുമൊക്കെ ആശ്വാസകരമായ ഒരു കേന്ദ്രമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. യൂത്ത് കോൺഗ്രസ് ശ്രീനാരായണപുരം മണ്ഡലം പ്രസിഡന്റായി അത്തിക്ക് പടിയത്ത് ചുമതലയേറ്റു. അഞ്ചങ്ങാടി നെഹ്റു ഭവനിൽ നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനമൊഴിയുന്ന മുൻ മണ്ഡലം പ്രസിഡന്റ് അഹമ്മദ് ഷഹീൻ അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ, വൈസ് പ്രസിഡന്റ് ഇസ്ഹാഖ് ഹുസൈൻ, സെക്രട്ടറി സൗരവ് സുന്ദർ, എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ CM മൊയ്തു, അബ്ദുൾ റഹ്മാൻ, KR അശോകൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CB ജയലക്ഷ്മി, കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ KA സിറാജ്, RB മുഹമ്മദ് അലി, മൊയ്തീൻ കുട്ടി കാട്ടകത്ത്, TS രാജേന്ദ്രൻ, സലാം കുഴുപ്പള്ളി, ആസിഫ് മുഹമ്മദ്, ഷബീർ അലി, ആഷി തുടങ്ങിയവർ സംസാരിച്ചു. റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ജനുവരി 20 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം DYFI എടവിലങ്ങ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണജാഥ നടത്തി. CPM എടവിലങ്ങ് ലോക്കൽ സെക്രട്ടറി CA ഷഫീർ പതാക കൈമാറിയ കാൽനട ജാഥ DYFI തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PH നിയാസ് ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ വാർഷിക പൊതുയോഗവും എൻഡോവ്മെൻറ്റ് വിതരണവും നടന്നു. മേത്തല നഗരസഭാ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് VK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് MC ഷാഹുൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PK സായി മുഖ്യപ്രഭാഷണം നടത്തി. സതീഷ് ശങ്കർ, റൂബി സേവ്യർ, സജിനി മോൾ എന്നിവർ എൻഡോവ്മെൻറ്റുകൾ വിതരണം ചെയ്തു. KK മോഹനൻ, TS ചന്ദ്രൻ, KS അരവിന്ദാക്ഷൻ, KN രാധാകൃഷ്ണൻ, TV ഹരിദാസൻ, PV സ്റ്റാൻലി, PA മൈക്കിൾ, EK സജീവൻ, TS സന്തോഷ്, TC ശിവദാസൻ, NR രമണൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പുതുക്കാട് കേളിപ്പാടത്ത് പേയിളകി പശു ചത്തു. കേളിപ്പാടം പനിയത്ത് വിജയന്റെ 2 വയസ്സ് പ്രായമുള്ള പശുവാണ് ശനിയാഴ്ച ചത്തത്. 5 മാസം ഗർഭിണിയായിരുന്നു. കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ തിക്കിലും തിരക്കിലും പെട്ട 4 പേർ മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പോലീസ് പ്രതി ചേർത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്തിയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് ഓവറോൾ കിരീടം. 207 പോയിന്റ് നേടിയാണ് കൊടുങ്ങല്ലൂർ TH സ്കൂൾ 2ാം വട്ടവും കിരീടം ഉറപ്പിച്ചത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.